ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കുട്ടി 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 വ്ളോഗ്. ഒന്നാമത് ഫുള്ള് വീഡിയോ എടുക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പം ഇന്ന് സൺഡേ ആണല്ലോ, ഇപ്പം ഇന്ന് അപ്പുചേട്ടനുണ്ട് കുഞ്ഞിനെ നോക്കാൻ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ? എന്തൊക്കെയാണ് ഇതൊക്കെ? ചെറിയ വിശേഷം കണ്ടാലോ? അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ, ട്രൈപോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ കാര്യമൊന്നും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഈ രാവിലെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്ത് വിശേഷം ഉണ്ടാവാനല്ലേ? രാവിലെ എണീക്കുക, ചോറൊക്കെ കറി വെക്കുക, വീട്ടിലെ പണികൾ, കുട്ടീൻ്റെ പണികൾ, ഭർത്താവിൻ്റെ കാര്യം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് സമയം പോകും. അപ്പം അതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കൽ എനിക്ക് എന്താ പറയുക, ഒരു രസമാണ് കേട്ടോ. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരു ടൈം പോകുമല്ലോ. നമ്മളല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കും, കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കും. അപ്പോൾ ഇത് സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാടായിട്ടാണ് സെറ്റ് ചെയ്യണു. പക്ഷെ ഒരുപാട് കാര്യമായിട്ട് ഞാൻ അതിൽ വീഡിയോ എടുക്കാറില്ല കേട്ടോ. അതാണ് സംഭവം. എപ്പോഴും എടുത്ത് വെച്ചേക്കും. പിന്നെ കുഞ്ഞത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് കളിക്കും. പിന്നെ ഞാൻ എന്താ ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് എടുക്കാൻ പോണത് എന്താണെന്നറിയോ? കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ രാവിലെ പോയി വാങ്ങിയെങ്കിലും രാവിലെ തന്നെ വെക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. പിന്നെ അത് ശബരിമലയിൽ പോയപ്പോൾ അപ്പച്ചേട്ടൻ്റെ ചേട്ടൻ തന്നതാണ് കേട്ടോ, ആരാവണ. അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട്. അതിന് ശേഷം രാവിലെ തന്നെ ഞങ്ങൾ കഞ്ഞി കുടിച്ചു. എന്താണെന്ന് വെച്ചാൽ അതെടുക്കാനൊന്നും സമയം ഉണ്ടായില്ല, രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് രണ്ടുപേരും കൂടി കഞ്ഞിയാട്ടോ കുടിച്ച രാവിലെ. അപ്പോൾ ഉച്ചക്കത്തേക്കാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോണത്. ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ കൂന്തൽ ഉണ്ടാക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശേഷം കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തണുപ്പായിപ്പോയി. പിന്നെ ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുക്കാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം അതിന് വേണ്ട സവാളയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കണേ. എപ്പോഴും ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയും കൂടി ഇടാറുണ്ട് കേട്ടോ. പക്ഷേ പ്രാവശ്യം തക്കാളി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനി അതിന് വേണ്ടി വാങ്ങിക്കാൻ പോകണ്ടേ. അപ്പോൾ ശരി, തക്കാളി ഇല്ലാണ്ട് ഉണ്ടാക്കി നോക്കിയാലോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പം എന്നെ ഇടയ്ക്ക് കളിയാക്കണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവളെവിടെ നോക്കിയാലും ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, വീഡിയോ എടുക്കലാണ് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് എപ്പോഴും വർത്താനം പറയാൻ കേട്ടോ. ഞങ്ങളിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ കൂടുതൽ ഞങ്ങൾ പറഞ്ഞ ലോണിൻ്റെ കാര്യം, വാടകേൻ്റെ കാര്യം, അങ്ങനെ ആ ചിലവ് ഈ ചിലവ്. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും സാലറി കിട്ടുമ്പോഴാണെങ്കിലും മാസം തുടങ്ങുമ്പോഴാണെങ്കിലും വിചാരിക്കും ഈ മാസം നമുക്ക് ചിലവൊക്കെ ചുരുക്കണം, എന്താണ് പറയുക, ലോണുണ്ട് അതുണ്ട്, അപ്പം നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും കേട്ടോ. കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കറിയുമായി. കാരണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുള്ള. കുഞ്ഞിടക്ക് കരിയും വാശി പിടിക്കുകയൊക്കെ ചെയ്യണ സമയത്ത് പോവും അവളെ നോക്കാൻ. കുഞ്ഞിന് ഉച്ചക്കത്തെ കഴിക്കാൻ കൊടുത്താണ് കേട്ടോ അപ്പുചേട്ടൻ. പിന്നെ അതിന് ശേഷം കാച്ചിലുണ്ടായിരുന്നു. ഇത് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാച്ചിൽ പുഴുങ്ങാൻ പറഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് ഏതായിരിക്കും ഇത് മുറിക്കണം എന്നറിയാണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. സംഭവം ഞാൻ കാച്ചിൽ ഒരു തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്യണ സ്ഥലത്ത് ഒരു ചേച്ചി എനിക്ക് കാച്ചിൽ വേണം പറഞ്ഞിട്ട് വയലറ്റ് കാച്ചിൽ കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ആ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ അങ്ങനെ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് വെള്ളക്കാച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ച് സൈഡിൽ നിന്നൊക്കെ മുറിച്ചെടുക്കും, കൈ ചൊറിയോ ചേന പോലെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഒരുപാടായല്ലോ. പിന്നെ ഞാനത് തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും നമുക്ക് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ നന്നായി കഴുകിയെടുത്തു. പക്ഷെ ഞാൻ അരിഞ്ഞത് കുറച്ച് വലുതായിപ്പോയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് അപ്പോഴാകുമ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമായിരിക്കുമല്ലോ. ഇത് നമ്മൾ ജസ്റ്റ് കാച്ചിൽ പുഴുങ്ങിയിട്ട് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറഞ്ഞിട്ടാണേ. അപ്പോൾ അത് ആ വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തീ കുറച്ചിട്ടു. പിന്നെ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ചെറുതായിട്ട് കൈ പൊള്ളിയിട്ടാ. കാരണം ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടല്ലേ ചെയ്യണത്. ഞാൻ ശേഷം അതിന് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കണേ. ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് നമ്മളിങ്ങനെ ചതച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് പൊളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണ് നിറഞ്ഞിട്ട് വയ്യ.
എന്താണെന്നറിയില്ല കേട്ടോ, ഈ കണ്ണിൽ വിരലിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കൈ ഇങ്ങനെ പൊക്കിയ സമയത്ത് ആ ഉള്ളിൻ്റെ ഇത് കണ്ണിൽ വീണോന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ പൊളിച്ചു മിക്സിയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചതയ്ക്കണത്. ശരിക്കും അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ചതച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ഈ സവാള എടുക്കുന്ന നേരത്തെ നമ്മൾ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പം നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ചതച്ചെടുത്ത് പാത്രത്തിലോട്ട് മാറ്റണ്ടിട്ടാ. പിന്നെ ഞാൻ അതിന് ശേഷം അതിൻ്റെ മേലോട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തൂകി ചാലിച്ചെടുത്തു കേട്ടാ. അപ്പോഴേക്ക് നമ്മുടെ കാച്ചിൽ തിളച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വേവ് എനിക്ക് വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല വെന്തിരിക്കണു. അയ്യോ, ഞാൻ കലങ്ങി പോകാൻ പേടിച്ച് വേഗം ഓഫാക്കിയിട്ട് അതിൽ നിന്ന് കോരി എടുത്തു കേട്ടാ. പക്ഷേ കറക്റ്റായിരുന്നു, പാകത്തിനുള്ള വേവായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ഞങ്ങളത് കഴിച്ചു. അപ്പോൾ കുഞ്ഞ് ഇതുവരെ കഴിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ കുഞ്ഞിനെ. പിന്നെ ഇത് വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെയാണോ? എനിക്കറിയില്ല. അപ്പം ഞാനതങ്ങനെ ഊട്ടക്കൈയിൽ വെച്ചിട്ട് കോരി എടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നിന് കൂടുതൽ കലങ്ങിപ്പോയാലോ. പിന്നെ ഈ സാധനം കൈ കിട്ടിയപ്പോൾ മുതൽ ഇത് വയ്ക്കണം, ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറയാം, ചില സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ഇഷ്ടം കൂടുമല്ലോ. അങ്ങനെ വേഗം അത് ഉണ്ടാക്കിയതാ. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു, കാപ്പിൻ്റെ കൂടെ കഴിച്ചു. അതിന് ശേഷം കുഞ്ഞിനും ഇച്ചിരി കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ആദ്യം ഇങ്ങനെ ചവക്കണ പോലെയൊക്കെ കാണിച്ചെങ്കിൽ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കഴിക്കണ കാണുമ്പോൾ കുഞ്ഞിന് വേണം കേട്ടോ. അപ്പുചേട്ടനാണ് പിന്നെ കുട്ടിക്ക് കൊടുത്തത്. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഉറങ്ങി എൻ്റെ അച്ഛൻ്റെ കയ്യിലായിരിക്കും. കാച്ചിൽ കഴിക്കണേണോ ഇനിയിപ്പം മോളെ? അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കഴിച്ചു നോക്കണുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് തന്നെ വീഡിയോ എടുത്തു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളി ചമ്മന്തിയൊക്കെ വെച്ച് ചാലിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിച്ചു. പക്ഷെ ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ വെട്ടം കിട്ടാത്ത പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ അടുക്കളേൻ്റെ അവിടെ പോയിട്ട് വീഡിയോ എടുത്തു കേട്ടോ. കാണുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടായിപ്പോയി. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിത്തേക്കും അത് ചോറും പിന്നെ കൂന്തലറിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം, ഞായറാഴ്ച അല്ലേ. അങ്ങനെ കുഞ്ഞിനെ വേഗം റെഡിയാക്കി ഉടുപ്പൊക്കെ മാറ്റി ഞങ്ങളുടെ ബൈക്കിലൊന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താണെന്നറിയില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇന്ന് നോക്കും ചെയ്ത് നാളെ ചിലപ്പോൾ 1-2 കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.